2024 മലയാള സിനിമാ വ്യവസായത്തിന് നഷ്ടം 700 കോടി എന്ന നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ 1000 കോടി മുതൽ മുടക്കിൽ പുറത്തിറങ്ങിയ 199 ചിത്രങ്ങളിൽ ലാഭമുണ്ടാക്കിയത് 26 എണ്ണം മാത്രം. അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാത്തതടക്കം പ്രതിസന്ധിയിലേക്ക് നയിച്ചുവെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ്. ബീന, 2024 മലയാള സിനിമ വലിയ നഷ്ടമാണ് നേരിട്ടതെന്ന് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 700 കോടിയുടെ നഷ്ടമുണ്ടായെന്ന് തന്നെയാണോ അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ? തീർച്ചയായും 2024 മലയാള സിനിമ വ്യവസായത്തിന് സംഭവിച്ച ഒരു നഷ്ടത്തിന്റെ ഇല്ലെങ്കിൽ സിനിമയുടെ ഒരു കണക്കെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഇത്തരത്തിൽ 2024 ജനുവരി മുതൽ ഇതുവരെ ആകെ 204 ചിത്രങ്ങൾ റിലീസായിട്ടുണ്ട്. അതിൽ 199 എണ്ണം പുതിയ റിലീസും ബാക്കി വരുന്ന 5 എണ്ണം റീ റിലീസുമാണ്. ഈ പുതിയ റിലീസായ 199 ചിത്രങ്ങളിൽ 26 എണ്ണം മാത്രമാണ് ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ആവറേജ് ഹിറ്റ് എന്ന് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചതെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. ലാഭം ലഭിച്ചതാകട്ടെ 300 കോടി മുതൽ 350 കോടി രൂപ വരെ മാത്രമാണുള്ളത്. അതേസമയം 700 കോടിയോളം രൂപ നഷ്ടമുണ്ടായതായും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയധികം നഷ്ടമുണ്ടാക്കാൻ പ്രധാന കാരണം പല ചിത്രങ്ങളും തിയേറ്ററുകളിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെയാണ് കടന്നുപോയതെന്ന ഒരു വിലയിരുത്തലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തുന്നുണ്ട്. എന്തായാലും റീ റിലീസ് ചിത്രങ്ങൾ കുറച്ചെണ്ണം കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു. അതിൽ അല്പമെങ്കിലും നേട്ടമുണ്ടാക്കിയത് ദേവദൂതൻ എന്ന മോഹൻലാൽ ചിത്രം മാത്രമാണ്. മറ്റ് ചിത്രങ്ങളൊന്നും തന്നെ റീ റിലീസ് ചെയ്തെങ്കിലും കാര്യമായ പ്രയോജനമുണ്ടായില്ല, കാര്യമായ വരുമാനവും ലഭിച്ചിട്ടില്ല. ഇത്തരത്തിൽ തിയേറ്റർ വരുമാനത്തിന് പുറമെ മറ്റുള്ള ലഭിക്കേണ്ട വരുമാനങ്ങളെല്ലാം ഇപ്പോൾ നിലച്ചുപോയ ഒരു സാഹചര്യവും കൂടെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നും അത്തരത്തിൽ കുറവ് വരുത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും നിർമ്മാതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും മറ്റൊരു പ്രധാന കാര്യം അഭിനേതാക്കളുടെ പ്രതിഫലം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത്തരം ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. പ്രതിഫലം ഗണ്യമായി വർദ്ധിക്കുന്ന, അതായത് ആനുപാതികമായി നോക്കുമ്പോൾ മുൻകാലങ്ങളെക്കാൾ വളരെയധികം പ്രതിഫലം കൂട്ടി അഭിനേതാക്കൾ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് നേരത്തെയും ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു. പക്ഷേ സിനിമാ വ്യവസായത്തിലെ ഈ പ്രതിസന്ധി മനസ്സിലാക്കി അഭിനേതാക്കൾ പൂർണ്ണമായും സഹകരിക്കാത്ത ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ പലതവണ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടും അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാൻ ഒരു ശ്രമവും നടത്തുന്നില്ല എന്നൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് എന്ന് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ ചൂണ്ടിക്കാട്ടി, കണക്കുകൾ സഹിതം ഇത്തരത്തിലുള്ള ശ്രീ ബി രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ഭാഷകളിലടക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ നടീനടന്മാരുടെ, പ്രത്യേകിച്ച് താരങ്ങളുടെയൊക്കെ വലിയ പ്രതിഫലം അത് ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ ഏത് തരത്തിലാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഏകദേശം 700 കോടിയെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറയുമ്പോൾ അതിൽ പ്രധാനമായും ഏതൊക്കെ സിനിമകൾ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് നഷ്ടം അനുഭവിക്കേണ്ടി വന്ന സിനിമകൾ എന്നാണ് കണക്കുകൾ വിശദീകരിക്കുന്നത്? സുരേഷ്, തീർച്ചയായും 2024 അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മുൻ വർഷങ്ങളിലും സിനിമാ വ്യവസായം നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും 2024 ഇത് ക്രമാതീതമായി വർദ്ധിച്ചു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 700 കോടിയോളം രൂപ നഷ്ടം സംഭവിച്ച ഏതാണ്ട് 199 ചിത്രങ്ങൾ ഇറങ്ങിയെങ്കിൽ പോലും ലാഭം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ അതേ അനുപാതത്തിൽ തന്നെ ഈ വർഷവും ചിത്രങ്ങൾ ഇറങ്ങിയിരുന്നു. പക്ഷെ അതനുസരിച്ചുള്ള ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ പറയുന്നത്. അതായത് 1000 കോടി മുതൽ മുടക്കിലാണ് ഈ ചിത്രങ്ങളെല്ലാം കൂടെ ഇറങ്ങിയെങ്കിൽ 26 എണ്ണം മാത്രം, അതായത് 199 ചിത്രങ്ങളിൽ 26 എണ്ണത്തിന് മാത്രമാണ് അല്പമെങ്കിലും ലാഭം ഉണ്ടാക്കാൻ സാധിച്ചത്. അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ സിനിമാ വ്യവസായം പ്രതിസന്ധി നേരിടുന്നതായി നേരത്തെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പലതവണ സൂചിപ്പിച്ചിട്ടുള്ള അതിൽ പ്രധാനപ്പെട്ട കാരണം നേരത്തെ
സൂചിപ്പിച്ചതുപോലെ അഭിനേതാക്കളുടെ പ്രതിഫലം ഒരു വലിയ നിർണായകമായ ഒരു ഘടകമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആനുപാതികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രമാനുഗതമായ ഒരു വർധനവല്ല, വലിയ തോതിലാണ് വർധനവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് വലിയ തോതിൽ ഇത്തരത്തിൽ സിനിമാ നിർമ്മാതാക്കളെ വലയ്ക്കുന്നുണ്ടായിരുന്നു. ഏതായാലും 2023 പോലെ തന്നെ അതേ നിരക്കിൽ തന്നെ ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ സാധിച്ചെങ്കിലും കണക്കുകൾ സൂചിപ്പിക്കുന്നത് വീണ്ടും വലിയ നഷ്ടമുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം എണ്ണത്തിലല്ല, ഉള്ളടക്കവും കൂടി പ്രേക്ഷകർ സഹിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യവും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ശരി, അത് തന്നെയാണ് 2024 മലയാള സിനിമാ വ്യവസായത്തിന് നഷ്ടം 700 കോടിയെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.